ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? എറണാകുളത്താണുള്ളത്. നമ്മൾ എറണാകുളത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പിറവം റോഡെത്തി. നീ തൃപ്പൂണിത്തറ എറണാകുളം. ഇപ്പം പക്ഷെ ഭയങ്കര ചൂടാണ് ഗൈസ്. ആൻഡ് പോകുന്ന കാര്യം ഒരു വലിയ സന്തോഷ വാർത്തയാണ് അല്ലേ? ഒരുപാട് സന്തോഷ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരുപാടില്ല, ഒരു സന്തോഷ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാനുണ്ട്, നിതിനുണ്ട്, എൻ്റെ ചേട്ടനുണ്ട്, ചേട്ടൻ്റെ വൈഫുണ്ട്, പിന്നെ വേറൊരു ചേട്ടനുണ്ട്, പിന്നെ ചേട്ടൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട്. ഇത്രയും പേരുമായിട്ടാണ് നമ്മൾ എറണാകുളത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് 5:25 ട്രെയിൻ പിടിച്ച് നേരെ പോകുന്നത് നമ്മുടെ എറണാകുളത്താണ്. എനിക്കൊന്ന് ലാസ്റ്റ് മന്തിൽ ഞാൻ 2-3 തവണ എറണാകുളത്ത് പോയിട്ടുണ്ട്. കമ്പയർ ടു ട്രിവാൻഡ്രം, എറണാകുളത്തിലെ ചൂട് പറയാതിരിക്കാൻ വയ്യ, അസഹനീയമായിരുന്നു. നമ്മൾ 5:25 ട്രെയിൻ പിടിച്ച് ഒരു 7:30, 8 വരെ ഒരുവിധമൊക്കെ ആയിരുന്നു. 8:30, 9 മണിയായി തുടങ്ങിയപ്പോഴത്തേക്കും പയ്യെ ചൂട് കൂടാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അസഹനീയമാണ് എറണാകുളത്തെ ചൂട്. അത് എനിക്ക് മാത്രം തോന്നുന്നതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ നേരെ എറണാകുളത്ത് പോവാണ്. അപ്പോൾ ഉറങ്ങിക്കിടന്നവരൊക്കെ പയ്യെ തല പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കാരണം ചൂട് വന്ന് തുടങ്ങിയല്ലോ. ഇതാണ് ഞങ്ങളുടെ സുകുമാരി ശൃംഗ. കുരിശുമല കയറി കാൽപാദം പണിഞ്ഞ് കാല് പൊട്ടി വന്നിട്ടുണ്ട് ഞങ്ങളിവിടെ. ശരി, ഹായ് പറയൂ. നമ്മൾ കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ വന്നിരിക്കുകയാണോ? അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഉമ്മീസ് കിച്ചൺ. ഞങ്ങൾ എപ്പോഴും ഇവിടെ വരാറുണ്ട്. സോ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് എവിടെ പോകണമെന്ന് ഇതുവരെയും പറഞ്ഞില്ല, വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഈ കാണുന്ന എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടിന് പുറത്തു പോകേണ്ട കാര്യങ്ങളൊക്കെ ദൈവം സഹായിച്ച് എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവർ പോവാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത്. സോ നമുക്കിപ്പോൾ ആലുവ പോയി അവിടെ റൂം എടുത്ത് 2-3 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് റെഡി ആയിട്ട് നമുക്ക് നേരെ ഇവരെയും കൊണ്ട് എയർപോർട്ടിൽ പോയി അവരെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് യാത്രയാക്കണം. സോ അപ്പോൾ നമ്മൾ മെട്രോ കയറാൻ നിൽക്കുകയാണ്. രണ്ട് കപ്പിൾസ്, ഇതെൻ്റെ കപ്പിൾസ്. ഇന്നത്തെ ബർത്ത്ഡേ പോയി സങ്കടത്തിൽ അങ്ങ് വിധുവരുതയിൽ നോക്കി നിൽക്കുന്ന മനോജ്. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ പേര് മനോജ് എന്നാണ്. പിന്നെ അവൻ്റെ കൂടെ പോകുന്ന ഫ്രണ്ടിൻ്റെ പേര് ജാൽവിൻ എന്നാണ്. അപ്പോൾ ഇതിന് മുന്നേ പോയിട്ടുണ്ട് പുറത്ത് മനോജ്. പക്ഷേ ആ സമയത്തൊക്കെ ഭയങ്കര കരഞ്ഞ് മെഴുകിയൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഇത്തവണ കരയാതെ ഭയങ്കര സന്തോഷത്തോടെ തന്നെ യാത്രയാണെന്ന് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ വന്നത്. അപ്പോൾ നമുക്ക് മെട്രോ സ്റ്റേഷൻ്റെ സൈഡിലായിട്ട് ഒരു ഡോർമെട്രി അവൈലബിൾ ആയിരുന്നു. സോ നമ്മൾ അവിടെയാണ് പോയത്. 6 പേർക്ക് കൂടി 2500 രൂപയായിരുന്നു ഡോർമെട്രി അവർ ചാർജ് ചെയ്തത്. നമ്മളൊരു 3-4 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഇവർ റെഡിയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുവരെ ഞങ്ങളിങ്ങനെ ചില്ലൊക്കെ അടിച്ച് ഇരിപ്പുണ്ടായിരുന്നു. സ്നേഹമുള്ള സിസ്റ്ററിനിലോ ഹസ്ബൻഡ് ഫ്ലൈറ്റ് വരുന്നത് 7:25 അപ്പോൾ നമ്മളിവിടെ എത്ര മണിക്ക് ഇറങ്ങണം? 4 മണിക്ക് ഇറങ്ങണം. ഇപ്പോൾ സമയം 12:15 സോ നമുക്ക് കുറച്ച് സമയം വിശ്രമിക്കാനുണ്ട്. അപ്പം നമ്മൾ ഉറങ്ങുന്നവർക്ക് ഉറങ്ങാം, കഴിക്കുന്നവർക്ക് കഴിക്കാം, മന്തി കഴിക്കുന്നവർക്ക് മന്തി കഴിക്കാം. ുള്ള 2 കാട്ടുമാക്കാന്മാരിൽ ഒരു കാട്ടുമാക്കാൻ ഇത്, ഒരു കാട്ടുമാക്കാൻ ബാത്റൂമിന്റെ അകത്തിരിക്കുന്ന കാട്ടുമാക്കാന്റെ പിറന്നാൾ ദിനമാണ് കൂടിയാണ്. ഇന്ന് ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. എത്ര വയസ്സായി മിസ്റ്റർ? 32. മിസ്റ്റർ ജാൽവിൻ ഡിസൂസ് പെരേര. നമുക്ക് ഇവർക്ക് 7 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പൊ ഇവര് നേരെ കൊണ്ട് നമ്മൾ 4 മണിക്ക് എയർപോർട്ടിൽ ഫ്ലൈറ്റ്. ഓക്കെ, ഇവർ 4 മണിക്ക് കൊണ്ട് എയർപോർട്ടിലാക്കുന്നു. തിരിച്ച് നമുക്ക് 5:25 ജനശതാബ്ദിയിൽ നേരെ വീട്ടിലെത്താനുണ്ട്. സോ യാ, അപ്പൊ നമുക്ക് തിരിച്ച് പെട്ടെന്ന് വരേണ്ട. അപ്പോ ഇതാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോ ആദ്യമൊക്കെ കളിയും ചിരി ഉണ്ടായിരുന്നെങ്കിലും സമയത്തോട് അടുക്കുമ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ എല്ലാവരും ഭയങ്കര സീരിയസ് ആവുന്നുണ്ടായിരുന്നു. അവൻ ഭയങ്കരമായിട്ട് ഇമോഷണലി വീട്ടുകാരായിട്ടൊക്കെ അറ്റാച്ച്ഡ് ആണ് എൻ്റെ ബ്രദർ. സോ അവന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആരും കരയരുത്, സന്തോഷത്തോടെ യാത്രയാക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അമ്മേനെയും പപ്പേനൊന്നും ഇത്തവണ കൊണ്ടുവന്നില്ല, ഇത്ര ദൂരം ആയതുകൊണ്ട്. സോ നമ്മൾ തന്നെ ബ്രദറിൻ്റെ വൈഫും പിന്നെ ഞാനും ഇതിനും കൂടെ തന്നെ യാത്രയാക്കാമെന്ന് വന്നു. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി നേരെ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഊബർ കിട്ടിയില്ല ഗൈസ്. സോ അങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി. അവിടെ ഇവരുടെ വേറൊരു ഫ്രണ്ട് 3 പേരായിട്ടാണ് പോകുന്നത്. അപ്പോൾ വേറൊരു ഫ്രണ്ട് വരാനുണ്ട്. സോ അവരെയും വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുകയാണ്.
അങ്ങനെ യാത്ര പറയാൻ സമയമായി. അപ്പോൾ വരണ്ടരയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മളപ്പം അവർക്ക് 7:30ക്കാണ് ഫ്ലൈറ്റ്. സോ നമുക്ക് 4:30-5 മണിക്കെങ്കിലും അകത്ത് കയറണമല്ലോ. അപ്പം നമുക്ക് തിരിച്ച് 5:25 റിട്ടേൺ ട്രെയിനുണ്ട്. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. സോ അവൻ ഐ കോണ്ടാക്റ്റ് തരുന്നില്ലായിരുന്നു. അതിന് മനസ്സിലായി ഇനി കരയാൻ ചാൻസ് കൂടുതലാണെന്ന്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവരകത്ത് കയറ്റിയിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ ഊബർ പിടിച്ച് നമ്മൾ നേരെ ഇനി പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.